കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ MAPC പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള MPC 003 അഥവാ പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഗൈഡില് പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേപ്പറിന്റെ മുന്നേ ഒരു 2020 ടു 2025 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഏതൊക്കെ ഫോക്കസ്ഡ് ഏരിയാസ് ആയിട്ട് വരാം, ഏതൊക്കെ ഭാഗങ്ങൾ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾ എൻ്റെ വരെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഈ ഡോക്യുമെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പിൽ ഒന്നുകൂടി ഗോ ത്രൂ ചെയ്യുക. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് നമ്മൾ ഓരോരോ ടോപ്പിക്സിന്റെ പ്രയോറിറ്റീസ് ഏതൊക്കെയാണ്, കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ എക്സാമിന്റെ ഒരു പാറ്റേൺ അനാലിസിസ്, എക്സാമിന്റെ ഒരു പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ടാകും. പിന്നെ ഒരു റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊന്ന് റിവ്യൂ ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇനിയുള്ള വരാൻ പോകുന്ന നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അതിന്റെ ഒരു പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും. സോ a full paper reflecting the current blueprint എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് മോഡൽ ആൻസേഴ്സ് ആൻഡ് അതിന്റെ ഒരു സ്കീമൊക്കെ പറയുന്നുണ്ടാവും. സോ ഈ ഒരു നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആ ഒരു പ്രഡിക്ഷന്റെ ബേസിലാണ്. എത്ര രീതി, ഏതൊക്കെ പേപ്പേഴ്സ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, പ്രഡിക്റ്റീവ് പേപ്പർ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. സിലബസ് മാപ്പിംഗ് നോക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്സ് ഓരോ യൂണിറ്റ് വൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് ഉണ്ട്, അതിന്റെ യൂണിറ്റ് ഏതാണ്, ടോപ്പിക് ഏതാണ്, എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിലവൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 1ലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഡെഫിനിഷൻ ഓഫ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ ഒരു 3-2 എന്നുള്ള രീതിയിലാണ്, 3-3-2 എന്നുള്ള രീതിയിലാണ് അപ്പിയറൻസ്. അതുകൊണ്ട് തന്നെ ലോ ആണ് അതിന്റെ ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ അടുത്തത് യൂണിറ്റ് 1ലുള്ള ബാക്കി 2 പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും എൻവയൺമെന്റൽ ഫാക്ടേഴ്സും, രണ്ടും ലോ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റില് ടൈപ്പ് വേഴ്സസ് ട്രേറ്റ് അപ്രോച്ചസ്, ലോ ആണ് അതിന്റെ ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ യൂണിറ്റ് 4 നോമോതെറ്റിക് വേഴ്സസ് ഐഡിയോഗ്രാഫിക്, മീഡിയം കാറ്റഗറിയിലാണ് വരിക. പിന്നെ നമ്മൾ ബ്ലോക്ക് 1ലുള്ള ഫൈനൽ യൂണിറ്റിലുള്ള 3 ടോപ്പിക്സ് ആണ്. നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രവേഴ്സി, ക്രോസ് കൾച്ചറൽ ഇഷ്യൂസ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഷ്യൂസ് മാത്രം വരുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ, അതിലെ ടോപ്പിക്സ് ആണ്. ലോ ആണ് അതിന്റെ ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ ബ്ലോക്ക് 2ലുള്ള ഫസ്റ്റ് യൂണിറ്റിലുള്ള കാരൻ ഹോണോയുടെ ബേസിക് ആങ്സൈറ്റി ആൻഡ് ന്യൂറോട്ടിക് നീഡ്സ്, സലിവന്റെ സെൽഫ് സിസ്റ്റം ആൻഡ് ഡെവലപ്മെന്റൽ എപ്പോക്സ്, ഇതും 4-4 എന്നുള്ള രീതിയിൽ ലോ ആണ് അതിന്റെ ഒരു കാറ്റഗറി വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിലുള്ള ടോപ്പിക്സ് സച്ച് ആസ് ഫ്രോയിഡ്സ് സൈക്കോ അനാലിറ്റിക് തിയറി, ഡിഫൻസ് മെക്കാനിസംസ്, ഇതൊക്കെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിലൊക്കെ ഉള്ള ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, അതുപോലെ തന്നെ പാവ്ലോവ്സ് ലേണിംഗ് തിയറി, ഇത് രണ്ടും 12-11 രീതിയിൽ. അപ്പൊ ഹൈ ആണ് അതിന്റെ ഒരു റിലവൻസ്. ബ്ലോക്ക് 2ല് സ്കിന്നർ ലേണിംഗ് തിയറി, മീഡിയം ആണ് അതിന്റെ ഒരു റിലവൻസ് വരുന്നത്. പിന്നെ സെക്കൻഡ് ബ്ലോക്കിലുള്ള
ഹ്യൂമനിസ്റ്റിക് തിയറി, മാസ്ലോന്റെ ഹ്യൂമനിസ്റ്റിക് തിയറി, റോജേഴ്സിന്റെ സെൽഫ് തിയറി, ഇതൊക്കെ മീഡിയം എന്നുള്ള രീതിയിലാണ് വരിക. പിന്നെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ആൽപോർട്ട് ഡിസ്പൊസിഷണൽ തിയറി, അത് ഹൈ ആണ് കേട്ടോ. 13 ആണ് അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. പിന്നെ കാർട്ടിൽ തിയറി, ഐസൻട്രേറ്റ് ടൈപ്പ് തിയറി, ഇതൊക്കെ മീഡിയം ലെവലാണ് വരിക കാറ്റഗറി. തേർഡ് ബ്ലോക്കിലുള്ള ഈ ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ ഡിഫറൻസ്, അതുപോലെ തന്നെ ബിഗ് ഫൈവ് തിയറി, ഇതൊക്കെ മീഡിയം ലെവലാണ് വരിക. ദെൻ ഷീൽഡ് ആൻഡ് സമറ്റോ ടൈപ്സ്, അതർ ടൈപ്പ് തിയറീസ് തീരെ വന്ന് കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ലോ റിലവൻസ് ആണ് കൊടുക്കുന്നത്. ഫോർത്ത് ബ്ലോക്കില് മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്, ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ് കൺസെപ്റ്റ്, ഇതൊക്കെ മീഡിയം ലോ ഉള്ള രീതിയിലാണ് വരിക. ഫോർത്ത് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റിലാണ് വാലിഡിറ്റി, റിലയബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, ഇതൊക്കെ ലോ എന്നുള്ള രീതിയിലാണ് വരിക. പിന്നെ ഫോർത്ത് ബ്ലോക്കിലുള്ള സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് സെക്കൻഡ് യൂണിറ്റിൽ ഹൈ മീഡിയം എന്നുള്ള രീതിയിലാണ് വരിക. പിന്നെ ഫോർത്ത് ബ്ലോക്കിൽ ബാക്കിയുള്ളത് എടുത്ത് നോക്കിയാൽ തേർഡ് യൂണിറ്റിലുള്ള ബിഹേവിയറൽ അസസ്മെന്റ്, ഇന്റർവ്യൂ മെത്തേഡ്, കേസ് സ്റ്റഡി, ഇതൊക്കെ ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബിഹേവിയറൽ അസസ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ടൈപ്പ്. പിന്നെ യൂണിറ്റ് 2-ലാണെങ്കിലോ ലോ ആണ്, ഫേക്കിംഗ്, കൺട്രോൾ മെഷേഴ്സ് എന്നൊക്കെ സെൽഫ് റിപ്പോർട്ടിൽ വരുന്നതാണത് അല്ലെ. പിന്നെ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇംപ്ലോട്ട് ടെസ്റ്റ്, ലോ എന്നുള്ള രീതിയിലാണ് അത് വരിക. ദെൻ ബാർ ചാർട്ട്, ഇത് നോക്കുന്ന സമയത്ത് നോക്കിയേ, ഇത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ആണ്. ബ്ലോക്ക് എക്സ് ആക്സിസിലും ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇത് വൈ ആക്സിസിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചത് ഇതിൽ കാണാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് 4-ൽ നിന്നാണ്, പിന്നെ ബ്ലോക്ക് 2 ആണ്, പിന്നെ ബ്ലോക്ക് 3, പിന്നെ ബ്ലോക്ക് 1 എന്നുള്ള രീതിയിൽ. ദെൻ ഹീറ്റ് മാപ്പ്, ഇതില് ഫ്രീക്വൻസി ആ ഒരു മൈൽഡ് ടു ഡാർക്കർ സെൽസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ 0 to 20 ആണ്. അപ്പൊ 20-ലേക്ക് വരുന്ന സമയത്ത് യെല്ലോ ഷെയ്ഡ് വരും. ഡാർക്കർ സെൽ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വിത്തിൻ ദാറ്റ് ബ്ലോക്ക് ആണ്. ഏറ്റവും കൂടുതൽ ഇതൊക്കെ 20 ഇത് വരുന്നത് യൂണിറ്റ് 2 ഇതൊക്കെയാണ്. ബ്ലോക്ക് 4, യൂണിറ്റ് 2 കണ്ടോ. ഡാർക്കർ വരുന്നൊക്കെ ബ്ലോക്ക് 1, യൂണിറ്റ് 3, അതൊക്കെയാണ്. ആ രീതിയിലാണ് ഇത് പോവുക. ഇനി ഇത് എന്താണ് ഇതിന്റെ ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഹൈ ആയിട്ട് വരുന്നത് ആൽപോർട്ട് ഡിസ്പൊസിഷണൽ തിയറി ആണ്. അതിൽ തന്നെ നമുക്കറിയാം പ്രോപ്രിയം, ഫങ്ഷണൽ ഓട്ടോണോമി, മെച്ചുവർ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹൈ ആയിട്ട് വരുന്ന അടുത്തത് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയാണ്, ബണ്ടൂരയുടെ, ആൽബർട്ട് ബണ്ടൂരയുടെ അല്ലെ. അതിൽ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, ഒബ്സർവേഷണൽ ലേണിംഗ്, സെൽഫ് സിസ്റ്റം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ വരുന്നത് ഹൈ ആയിട്ട് വരുന്നത് പാവ്ലോവിന്റെ ലേണിംഗ് തിയറിയാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് അക്വസിഷൻ, ജനറലൈസേഷൻ. ഇതിൽ വേണമെങ്കിൽ ഷോർട്ട് നോട്ട് കണക്കെയും വരാം. ഷോർട്ട് നോട്ട് ആയിട്ട് ഏതെങ്കിലും ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ, ജനറലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ പോലെയുള്ള കണ്ടീഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും വരാം. അല്ലാണ്ട് 10 മാർക്കിനും ചോദിക്കാം. ഇനി ഹൈ ലെവലിൽ അടുത്തത് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് ആണ്. സ്ട്രെങ്ത്, വീക്ക്നെസ് ചോദിക്കാം, ഫേക്കിങ്ങും അതിന്റെ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ ചോദിക്കാം, അഡ്മിനിസ്ട്രേഷൻ സ്കോറിങ് ചോദിക്കാം. ബിഹേവിയറൽ അസസ്മെന്റില് പിന്നെ അടുത്ത വരുന്നത് അസംഷൻസ്, ടൈപ്സ്, ആപ്ലിക്കേഷൻസ് ഒക്കെ. പ്രൊജക്റ്റീവ് ടെക്നിക്സിലാണെങ്കിലോ മീഡിയം ലെവലാണ് അത് വരുന്നത്, TAT, റോഷാർക്ക്, അതുപോലെയുള്ള കാര്യങ്ങൾ. തന്നെ ലോങ് എസ്സേ, എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിലാണ്. ലോങ് എസ്സേ, മിഡ് ലെങ്ത് ആൻസർ, ഷോർട്ട് നോട്ട്, 3 രീതിയിൽ. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. സെക്ഷൻ A എന്ന് പറയുമ്പോൾ 450 വേർഡ്സ് ആണ്. ഓക്കെ, 2 എണ്ണം എഴുതേണ്ട വരാ. അപ്പൊ 20 മാർക്ക് എന്നുള്ള രീതിയിൽ വരിക. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം എഴുതാൻ. മിഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ 250 വേർഡ്സ് ആണ്, 4 എണ്ണം എഴുതേണ്ടി വരുള്ളൂ. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ 100 വേർഡ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുക, അപ്ലൈ, അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ്, ഇലാബറേറ്റ്, ഇവാലുവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോങ് എസ്സേ കൊടുക്കുന്നുണ്ടാവുക. മിഡ് ലെങ്ത് എസ്സേ ആണെങ്കിലോ എക്സ്പ്ലനേഷൻ, എക്സ്പ്ലെയിൻ, അങ്ങനെ ചോദിക്കുന്നുണ്ടാവും. കീ പോയിന്റ്സ്, ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഒരു 14 മിനിറ്റ്സ് ഓരോന്നിനും കൊടുത്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എഴുതി പോകാൻ പറ്റും. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത്, ആ ഒരു നമ്മൾ ഒരു പേപ്പറിൽ ഒരു ഹാഫ് പേജ് ഒക്കെ മതിയാവും.
അത്ര മതിയാവും, 100 വേർഡ്സ്. അത് ഓരോ ആൾക്കാരുടെ കൈയക്ഷരം പോലെ ഇരിക്കും. വേണമെങ്കിൽ ആ ബുള്ളറ്റിൻ പോലെ എഴുതാം. അതിൽ ഒരൊറ്റ പാരഗ്രാഫ് ഇനഫ് ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇത് നോക്കിയേ, 2023 തൊട്ട് 2025 വരെയുള്ള ഇന്ന് ബ്ലോക്കിലൊക്കെ ഇന്ന് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ ഓഫ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, ബ്ലോക്ക് 2-ലാണ്. പിന്നെ ബ്ലോക്ക് 3, 4, 1 ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൈലൈറ്റ്സ്. ഇനി നമ്മൾ എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഹൈലൈറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസിക്കൽ തിയറീസ് ഒക്കെ ഒരുപാടുണ്ട് അല്ലെ. ബണ്ടൂരയുടെ ആണെങ്കിലും റോജേഴ്സിന്റെ ആണെങ്കിലും ആൽപോർട്ടിന്റെ ആണെങ്കിലും ലോങ് ആൻസേഴ്സിൽ ചോദിക്കാൻ പറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. പിന്നെ അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 4-ലുള്ളത്, അത് നമ്മൾ കഴിഞ്ഞ ഡിസംബർ 2024-ലും ഈ കഴിഞ്ഞ 2025 ജൂണിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ അത് ഇന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, കഴിഞ്ഞ എക്സാമിന് വന്നത് ഈ എക്സാമിന് വരില്ല എന്നുള്ളത്. അങ്ങനെ വേണ്ട. അപ്പൊ അത് രണ്ടിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫൗണ്ടേഷണൽ ഡിബേറ്റ്സ്, ആ ഫസ്റ്റ് ഉള്ള ഒരു ഇഷ്യൂസിന്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഉണ്ടല്ലോ, അതിലുള്ള നോമത്തറ്റിക് വേഴ്സസ് ഇഡിയോഗ്രാഫിക്, പേഴ്സൺ, സിറ്റുവേഷൻ, കോൺട്രവേഴ്സി, ഈ വക കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് പഠിക്കണം. ഇനി ഇതൊക്കെ എങ്ങനെയാ പഠിക്കേണ്ടത്? എങ്ങനെയാ നമ്മൾ എക്സാമിന്, നമുക്കൊരു 2 മണിക്കൂറുണ്ട്. 50 ആണ് നമ്മളുടെ മാക്സിമം മാർക്ക്. മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യണം. നമ്മൾ പഠിച്ചത് അപ്ലൈ ചെയ്യലും ഒരു എഫേർട്ട് തന്നെയാണ്, അതൊരു വേറൊരു എഫേർട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എസ് എ നമുക്കറിയാം 48 മിനിറ്റ്സ്, 40% ആണ് അത് വരുന്നത്. അപ്പൊ 48 മിനിറ്റ്സ്, അപ്പൊ 25 മിനിറ്റ്സ് ഈച്ച് കൊടുത്താൽ ഏകദേശം നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ സെക്ഷൻ ബി ആണെങ്കിലോ 58 മിനിറ്റ്സ്, അതായത് 14 മിനിറ്റ്സ് ഈച്ച് കൊടുത്താൽ മതി, ഒരു 1/4 മണിക്കൂറൊക്കെ. മൂന്നാമത്തെ ഷോർട്ട് നോട്ട്സ് 7 മിനിറ്റ് 6 മിനിറ്റ് ഓരോന്നിന് തന്നെ കൊടുത്താൽ തന്നെ നമുക്ക് കൂളായിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് 5 മിനിറ്റ് ഒക്കെ എടുത്ത് വായിക്കുക, അത് അണ്ടർലൈൻ ചെയ്യുക, കീ പോയിന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. തിയറീസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിലുള്ള കൺസെപ്റ്റുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വേണമെങ്കിൽ എഴുതി എഴുതി വെച്ച് ലേബിൾ ചെയ്തിട്ടൊക്കെ പോവാം. പിന്നീട് അത് മിസ് ഔട്ട് ആയി പോയില്ല. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക്സ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, അപ്പിയറൻസ് കൗണ്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നാമത് വരെ ബിഹേവിയറൽ അസസ്മെന്റ്, അതിന്റെ അസംഷൻസ്, ടൈപ്സ്, യൂസസ്, ഇതൊക്കെയാണ് വരുന്നത് ഒന്നാമത്. രണ്ടാമതോ ക്രൈറ്റീരിയ ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ്, അതിലെന്തൊക്കെയാ സ്റ്റാൻഡർഡൈസേഷൻ, നോംസ്, റിലയബിലിറ്റി, വാലിഡിറ്റി, ഇതൊക്കെയാണ് വരുന്നത്. മൂന്നാമത് വരെ ബണ്ടൂര സോഷ്യൽ ലേണിംഗ്, സോഷ്യൽ കോഗ്നറ്റീവ് തിയറി. നാലാമത് വരെ നേച്ചർ വേഴ്സസ് നഴ്ചർ ഡിബേറ്റ്സ് വിത്ത് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ലൈവ് സെഷൻസിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, അത് വെച്ച് എഴുതിയാലും മതി. പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യാം, കോർ ഫീച്ചേഴ്സ് പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ നെക്സ്റ്റ് കാറ്റൽസ് ട്രേറ്റ് തിയറി, 16 PF ട്രേറ്റ് കാറ്റഗറീസ് കുറെ ഉണ്ടല്ലോ, അത് 2 ബ്ലോക്കിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. കാറ്റലിന്റെ ട്രേറ്റ് തിയറി ഫസ്റ്റ് ബ്ലോക്കിലും തേർഡ് ബ്ലോക്കിലും അങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ബ്ലോക്കിലും വേറൊരു ബ്ലോക്കിലും കൂടെ വന്നിട്ട് എന്തായാലും. എക്സ്പ്ലെയിൻ ഫ്രോയിഡ്സ് സൈക്കോ അനാലിറ്റിക് തിയറി, സ്ട്രക്ചർ, ടോപ്പോഗ്രാഫി, സ്റ്റേജസ്, മെക്കാനിസംസ്, കുറെ കീ പോയിന്റ്സ് ഉണ്ട്. പിന്നെ കേസ് സ്റ്റഡി മെത്തേഡ്, 4 കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ടല്ലോ, ടൈപ്സ്, പിന്നെ അതിന്റെ പർപ്പസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇതൊക്കെ ചോദിക്കാം. ഐസൻസ് ട്രേറ്റ് ടൈപ്പ് ഹയറാർക്കി ആൻഡ് എറോസൽ തിയറി, അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആൻഡ് ദെയർ യൂസസ്. അപ്പൊ അപ്പർസെപ്ഷൻ ടെസ്റ്റ് 2 രീതിക്കില്ലേ, തീമാറ്റിക് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, രണ്ടും ചോദിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫ്രീക്വൻസി ടേബിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതെങ്ങനെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്, ആ ഒരു ക്വസ്റ്റ്യനുള്ള ബ്ലോക്ക്, അതുള്ള യൂണിറ്റ്, അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പിയറൻസ്, ഒരു 10 PYQs എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം എത്ര മാർക്ക് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കാം. Delineate the characteristics and assumptions of behavioral assessment methods. Discuss the advantages and limitations of behavioral assessment. 2 ക്വസ്റ്റ്യൻ ആയിട്ടാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും മാർക്ക് വരിക. അപ്പൊ ഒന്ന് കുറെ എഴുതി, ഒന്ന് കുറച്ച് എഴുതരുത്. ഡിലിനേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് പോർട്രേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത്, യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. 5 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട്. അതുകൊണ്ട് 8.6 മാർക്കിന്റെ കവറേജ് ഉണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ മീനിങ് ആൻഡ് പേർപ്പസ് ഓഫ്
പേഴ്സണാലിറ്റി അസസ്മെന്റ് ക്രൈറ്റീരിയയും കൂടി ചോദിക്കുന്നുണ്ട് അല്ലെ, ക്രൈറ്റീരിയ ഓഫ് സയന്റിഫിക് അസസ്മെന്റ് ടെക്നിക്സ്. ദെൻ ഡിസ്കസ് സെൽഫ് സിസ്റ്റം വിത്ത് റെഫറൻസ് ടു ബണ്ടൂരാസ് തിയറി ഓഫ് സോഷ്യൽ ലേണിംഗ്. അതും ഇതുപോലെ തന്നെ ബ്ലോക്കും യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പിയറൻസും അതുപോലെ തന്നെ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ദ ഇഷ്യൂസ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നേച്ചർ വേഴ്സസ് നേച്ചർ. ഈ നേച്ചർ വേഴ്സസ് നേച്ചറിന്റെ കോണ്ടെക്സ്റ്റില് അതിന്റെ അടിസ്ഥാനത്തില് ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇഷ്യൂസ് നമ്മൾ നേച്ചർ വേഴ്സസ് നേച്ചറിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് വേറെ. അത് ഡിസ്കസ് ചെയ്യാം നമുക്ക്. Then define personality. Explain role of biological factors. അല്ലെ, ബയോളജിക്കൽ ഫാക്ടേഴ്സും എൻവയൺമെന്റലും സൈക്കോളജിക്കലും പഠിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ ആണ് ഇവിടെ ചോദിക്കുന്നത്. ആദ്യം പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുക, ഡെഫിനിഷൻ കൊടുക്കുക, ദെൻ ബയോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് കടക്കുക. പിന്നെ ഡിസ്കസ് കാറ്റൽസ് ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. അപ്രോച്ച് പറയുമ്പോൾ ട്രേറ്റ് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. ട്രേറ്റ് എന്ന് പറയുന്നത് ഇന്നതാണ്. എന്നിട്ട് കാറ്റിലിന്റെ ട്രേറ്റ് എന്താണെന്നുള്ളത് പറയാം. ദെൻ ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അതിൽ ഒരുപാട് കീ കമ്പണൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ നോക്കിയതുപോലെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കേസ് സ്റ്റഡി മെത്തേഡിന്റെ ടൈപ്സ് 4 ടൈപ്സ് ഉണ്ട് അല്ലെ, അതും ഇതുപോലെ തന്നെ 4.5 ഒക്കെയാണ് അതിന്റെ ഒരു ഇത് വരുന്ന മാർക്ക്. എലിസിഡേറ്റ് ദ ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്, കൺസെപ്റ്റ്. അപ്പൊ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ആൽപോർട്ടിന്റെ ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക മസ്റ്റ് ആയിട്ട്. അതാണ് ഇപ്പൊ യൂണിവേഴ്സലി എല്ലാവരും എല്ലാ ബുക്സും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൽപോർട്ടിന്റെ ആ ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മതി. പേഴ്സണാലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ആ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ദെൻ ചിൽഡ്രൻ പെർസെപ്ഷൻ ടെസ്റ്റ്. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ, കവറേജ്, ഷെയർ ഓഫ് ടോപ്പ് 10. 25.8 എന്ന് പറയുന്നത് ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്. അതർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 74.17% വരെ. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത ഡിഗ്രിയോ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36 വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ എങ്ങനെയാ വളരെ സ്മാർട്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളെ കയ്യിൽ ഇപ്പൊ ഫോക്കസ്ഡ് ഏരിയാസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യണം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നല്ല കോംപ്ലക്സ് ആണ്. കുറെ തിയറീസ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിലും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ തിയറീസിലും ഒരുപോലെയുള്ള സെൽഫ് സിസ്റ്റം പോലെയുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ തിയറീസിലും ഒരുപോലെ സ്റ്റേജസുകൾ ഉണ്ട്. അപ്പൊ ഇന്ന തിയറിയിലെ ഇന്ന സ്റ്റേജ് ആണ് എന്നുള്ള രീതിയിൽ പഠിച്ച് പോണം. കുറച്ച് പണിയുണ്ട് അല്ലെ. അപ്പോ എന്ത് ചെയ്യണം, സ്മാർട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ്, എത്ര മാർക്കിന് ഇത്ര എഴുതിയ എത്ര മാർക്കാണ് നമുക്ക് കിട്ടുന്നത്, സ്മാർട്ട് വേയിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ദെൻ ലോങ് ആൻസർ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ ഈ ടോപ്പ് 10 വെച്ചതുണ്ടല്ലോ, അതിന് പ്രയോറിറ്റി സ്പേസ്ഡ് റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് കുറച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോവുക. നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അങ്ങനെ തന്നെ പോവുക. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഒരു ഇക്വേഷൻ ഫോർമുല ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോബബിലിറ്റിയിലേക്ക് എത്തിയത്. ഇന്നതൊക്കെ ഇന്ന ടോപ്പിക്സ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പൊ അതില് ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ആയിട്ട് വരുന്നത് ആൽപോർട്ട് ഡിസ്പൊസിഷണൽ തിയറി, F3, സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് 72.7 ആണ് അതിന്റെ ഒരു പെർസെൻറ്റേജ് വരുന്നത്. F4. പിന്നെ മീഡിയം ആയിട്ട് വരുന്നത് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി 63.6 ആണ്. F1. ബിഹേവിയറൽ അസസ്മെന്റ് 54.5. ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ് 54.5. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ക്ലാസിഫിക്കേഷൻ 45.5. അപ്പൊ ഇതില് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടേബിൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഹൈ ആയിട്ട് വരുന്നത് ആൽപോർട്ട് ഡിസ്പൊസിഷണൽ തിയറി F3, സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് F4,
ഈ F4 F3 എന്ന് പറയുന്നത് ഇതിൽ കണ്ടോ, ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ്, ഇത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ F2 3 ഓഫ് ദ ലാസ്റ്റ് 6 പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. F3 5 ഓഫ് ലാസ്റ്റ് 6 പേപ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പേഴ്സിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ബാക്ക് ടു ദ ടേബിൾ പോവുകയാണെങ്കിൽ, യെസ്, ഹൈ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് 3 and 4 ആൽപോർട്ട് ഡിസ്പൊസിഷണൽ തിയറിയും സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്, NEOPI, MMPI അതൊക്കെ പോലെയുള്ള. ദെൻ മീഡിയം ആണ് ബ്ലോക്ക് 2 ബണ്ടൂര സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, പാവ്ലോവ് ലേണിംഗ് തിയറി ഒക്കെ. ദെൻ മീഡിയം ലെവലിൽ വരുന്നതാണ് ബ്ലോക്ക് 4 ബിഹേവിയറൽ അസസ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ക്ലാസിഫിക്കേഷൻ. ലോ ലെവലിൽ വരുന്നതാണ് നോമോത്തറ്റിക് വേഴ്സസ് ഇഡിയോഗ്രാഫിക്, സ്കിന്നർ ലേണിംഗ് തിയറി, റോജേഴ്സ് സെൽഫ് തിയറി. ദെൻ ഈ ബ്ലോക്ക് 3 and 4 1 ഉള്ള കാര്യങ്ങളാണ്. യൂണിറ്റ് 2 കാറ്റിൽ ട്രേറ്റ് തിയറി, യൂണിറ്റ് 3 ഐസെങ് ട്രേറ്റ് ടൈപ്പ് തിയറി, യൂണിറ്റ് 4 ബിഗ് 5 തിയറി ആൻഡ് മെഷർമെന്റ്, യൂണിറ്റ് 4 മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ബ്ലോക്ക് 4 മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. ഇതൊക്കെ ലോ കാറ്റഗറി വരുന്നതാണ്. ബ്ലോക്ക് 1 ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി അത്. പിന്നെ ബ്ലോക്ക് 1 പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ജനറൽ ഉള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ലോ കാറ്റഗറിയാണ്. ദെൻ ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റിൽ സെലിവൻ സെൽഫ് സിസ്റ്റം ഡെവലപ്മെന്റൽ എപ്പോക്സ്, യൂണിറ്റ് 4 മാസ്ലോ ഹ്യൂമനിസ്റ്റിക് തിയറി, ബ്ലോക്ക് 3 ഇൻട്രോവേർഷൻ എക്സ്ട്രാവേർഷൻ ഡിഫറൻസ്, ബ്ലോക്ക് 4 റിലയബിലിറ്റി. ഇതൊക്കെ ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തത് 4th ബ്ലോക്കിലുള്ള യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 വാലിഡിറ്റി ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഒക്കെ നമ്മൾ റിസർച്ചിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. കേസ് സ്റ്റഡി മെത്തേഡ് ടൈപ്പ് ഒക്കെ ഉണ്ട്. ഇന്റർവ്യൂ മെത്തേഡ്, അതിന്റെ സ്ട്രെങ്ത് ലിമിറ്റേഷൻ ആയിരിക്കും അധികവും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഉള്ളത് ബ്ലോക്ക് 4 പെർസെപ്ഷൻ ടെസ്റ്റ്, 2 ഉണ്ട്, തീമാറ്റിക്കും ഉണ്ട്, ചിൽഡ്രനും ഉണ്ട് അല്ലെ. അതിൽ രണ്ടും ലോ ആണ് അതിന്റെ വരുന്നത്. ബ്ലോക്ക് 1 പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബയോളജിക്കൽ ഫാക്ടറും ഇവിടെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ബ്ലോക്ക് 1 പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ഫാക്ടർ എൻവയൺമെന്റൽ ഫാക്ടർ ഒക്കെ ലോ കാറ്റഗറിയാണ് അതിന്റെ വരുന്നത്. ദെൻ 18.2 ആണ് അതിന്റെ ഒരു ഇത് വരാം, മാർക്കിന്റെ അത് വരാം. ദെൻ ബ്ലോക്ക് 1 ടൈപ്പ് വേഴ്സസ് ട്രേറ്റ് അപ്രോച്ച്, നേച്ചർ വേഴ്സസ് നർച്ചർ അപ്രോച്ച്, ഇതൊക്കെ ലോ ഡിബേറ്റ്, ഇതൊക്കെ ലോ കാറ്റഗറിയാണ്. ഓൾസോ യൂണിറ്റ് 1 ഫ്രോയിഡ്സ് സൈക്കോ അനലിറ്റിക് തിയറി. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 1 കാരൻ ഹോണി ബേസിക് ആൻസൈറ്റി ന്യൂറോട്ടിക് നീഡ്സ്, പിന്നെ 3rd ബ്ലോക്കിലെ ചിൽഡ്രൻ സൊമാറ്റോ ടൈപ്സ്, 4th ബ്ലോക്കിലെ ടെസ്റ്റിംഗ് മെഷർമെന്റ് കൺസെപ്റ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് നോംസ്, ഇൻ ബ്ലോ ടെസ്റ്റ്, റോഷാർക്ക്, ഹോൾസ്മാൻ, ഇതൊക്കെ ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രവേഴ്സി ഫസ്റ്റ് ബ്ലോക്കില്, ഡിഫൻസ് മെക്കാനിസംസ് 2nd ബ്ലോക്ക്, ഫേക്കിംഗ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് 4th ബ്ലോക്ക്, ഇതൊക്കെ ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ F3 ആൽപോർട്ട് ഡിസ്പൊസിഷണൽ തിയറിയാണ്, സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്, ഇതൊക്കെയാണ്. നമ്മൾ എന്ത് ചെയ്യാ, ഡിസ്പൊസിഷണൽ തിയറിയാണ്. ഇതിലൊക്കെ എന്തൊക്കെയാണ് ആ ഒരു ഷീറ്റിൽ വേണ്ടത്? ഇപ്പൊ ആൽപോർട്ടിന്റെ തിയറിന്റെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രേറ്റുകൾ, ആൽപോർട്ടിന്റെ ടൈപ്സ്, ട്രേറ്റിന്റെ ടൈപ്സ്, പിന്നെ പ്രോപ്രിയം, ഫങ്ഷണൽ ഓട്ടോണോമി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സെൽഫ് റിപ്പോർട്ട് ആണെങ്കിൽ MMPI, NEOPI, അതിന്റെ സ്ട്രെങ്ത്, ലിമിറ്റ്സ്, ഫേക്കിംഗ്, ഇതൊക്കെ എന്ത് ചെയ്യാ, ലേബൽ ചെയ്ത് വെക്കുക. തന്നെ അത് ബാക്കോട്ടേക്ക് ടീച്ച് ബാക്ക്, ആർക്കെങ്കിലും നമ്മൾ നമുക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, എന്താണ്, അപ്പൊ നമുക്ക് നല്ല ഓർമ്മ വരും അത്. ദെൻ സബ് ഹെഡിങ്സ്, മിനി ഇവാലുവേഷൻ ഒക്കെ കൊടുക്കുക. ഓക്കെ, ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും എഴുതി എടുക്കാൻ പറ്റുന്നുണ്ടോ, ടൈം മാനേജ്മെന്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മീഡിയം എന്നുള്ള രീതിയിൽ വരുന്നത് ബണ്ടൂര സോഷ്യൽ കോഗ്നിറ്റീവ് ആണ്. പിന്നെ ബിഹേവിയറൽ അസസ്മെന്റ്, ടെസ്റ്റിംഗ് മെഷർമെന്റ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ക്ലാസിഫിക്കേഷൻ. ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കീ ടേംസ് ഇപ്പം ബണ്ടൂരയുടെ ഒക്കെയാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, സെൽഫ് സിസ്റ്റം, പിന്നെ ബിഹേവിയറൽ അസസ്മെന്റിൽ സ്റ്റാൻഡർഡൈസേഷൻ, റിലയബിലിറ്റി, വാലിഡിറ്റി, പ്രൊജക്റ്റീവിന്റെ ക്ലാസസ്, ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ.
ഫ്ലാഷ് കാർഡ്സ്, ഫ്ലോ ചാർട്ട് ഒക്കെ ഉപയോഗിച്ച് പഠിക്കുക. ദെൻ ഓക്കെ, അതില് 250 വേർഡ്സ് കംപ്രഷൻസ് നോക്കിയിട്ട് ഇപ്പം അത് നമ്മളൊരു 14 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യും. ടയർ സിയിൽ വരെ ഐസെങ് ട്രേറ്റ് ടൈപ്പ് ആണ് മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് അസസ്മെന്റ്. ബിഗ് 5, പിന്നെ ബിഗ് 5, പിന്നെ പാവ്ലോ, പിന്നെ സ്കിന്നർ വാരിയൻസ്, ഇതൊക്കെയാണ്. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ വായിക്കേണ്ടത്. പിന്നെ എന്താ, ജസ്റ്റ് ഒന്ന് വായിച്ച് ഡെഫിനിഷൻ വായിച്ച് പോവുക. പിന്നെ ബുള്ളറ്റിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് നോട്ട്സിനുള്ള കവറേജ് കൊടുക്കുക, അറ്റ്ലീസ്റ്റ് പഠിക്കുക സമയമില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് വെച്ചിട്ടുള്ള നമ്മൾ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഈ ഒരു പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഒരു എക്സാം എഴുതുന്ന പോലെ ഡെമോ, നമ്മൾ റിസർച്ചിന്റെയും കോഗ്നിറ്റീവിന്റെ ഒക്കെ എക്സാം, മോഡൽ എക്സാം എഴുതില്ലേ, അതുപോലെ ഒരു മോഡൽ എക്സാം കണക്കെ ഇരുന്നിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക 2 മണിക്കൂറിനേക്ക്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാം. 2 hours ആണ്, 50 marks ആണ്. അപ്പൊ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കുക. ദെൻ 450 വേർഡ്സ്, 250 വേർഡ്സ്, 100 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിലധികമായി പോകണ്ട. ആൻഡ് അത് ഇങ്ങനെ കൗണ്ട് ചെയ്യാനൊക്കെ നിൽക്കണ്ട. ഇത് ഈ ഇത്ര വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ വല്ലാണ്ട് ഒബ്സസ്ഡ് ആവേണ്ട ആവശ്യമില്ല. കണ്ടന്റ് അവിടെ ഉണ്ടായാൽ മതി. ആൻഡ് അത് നിങ്ങൾ ഏകദേശം എഴുതുമ്പോഴത്തേക്ക് ആ വേർഡ് കൗണ്ട് ഒക്കെ ആയിക്കോളും. ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടിക്കോളും. വല്ലാണ്ട് അങ്ങ് വേർഡ്സ് കണക്ക് എഴുതി കൂട്ടാനൊന്നും നിൽക്കണ്ട, അത് സമയം ഒരുപാട് കളയും. ഓക്കെ, ദെൻ സെക്ഷൻ എ എന്ന് പറയുന്നത് കണ്ടോ, ആൻസർ എനി 2 of the following questions in about 450 words each. അതിലധികം ആയി പോകണ്ട എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, നമ്മൾ എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളൂ, എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഫസ്റ്റിൽ നോക്കി, ക്രിട്ടിക്കലി അനലൈസ് ഫങ്ഷണൽ ഓട്ടോണോമി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെച്ചുവർ പേഴ്സണാലിറ്റി ഇൻ ആൽപോർട്ട്സ് ഡിസ്പൊസിഷണൽ ഫ്രെയിംവർക്ക്. അത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ. അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട്, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഫങ്ഷണൽ ഓട്ടോണോമിയും മെച്ചുവർ പേഴ്സണാലിറ്റിയും. അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആൽപോർട്ടിന്റെ ഡിസ്പൊസിഷണൽ ഫ്രെയിംവർക്ക് എന്താണ്, ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി എന്താണ്, എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് കണ്ടന്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുക, നല്ല രീതിയിലുള്ള എസ്സേ ഫോർമാറ്റിൽ തന്നെ എഴുതുക. എന്നിട്ട് അതിലൊരു ക്രിട്ടിക്കലി അനാലിസിസും കൊടുക്കുക. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ അവിടെ എഴുതിയിരിക്കണം, വെൻ അനലൈസിംഗ് എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവും, അത് ഇവാലുവേറ്റ് എന്നേ ഉള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാനേ പറയുന്നത്. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്താൽ അത് ഇവാലുവേഷൻ ആയി. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ ഭാഗത്തു നിന്നുള്ള ഉള്ള ഒരു അനലൈസേഷൻ അവിടെ വേണം. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഒരു തിയറിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അങ്ങനെ നമുക്ക് പറ്റണം. അപ്പൊ ഫങ്ഷണൽ ഓട്ടോണോമി എന്താണ്, മെച്ചുവർ പേഴ്സണാലിറ്റി എന്താണ്, അപ്പൊ വെൻ കമ്പയറിംഗ് ടു അതർ അപ്രോച്ചസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം. ദെൻ രണ്ടാമത്തത് ഇവാലുവേറ്റ് ബണ്ടൂര സോഷ്യൽ കോഗ്നിറ്റീവ് അക്കൗണ്ട് ഓഫ് പേഴ്സണാലിറ്റി വിത്ത് റെഫറൻസ് ടു റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ആൻഡ് സെൽഫ് സിസ്റ്റം. സെൽഫ് സിസ്റ്റം ഒരുപാട് തിയറീസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വിത്ത് റെഫറൻസ് ടു ബണ്ടൂര സോഷ്യൽ കോഗ്നിറ്റീവ് അക്കൗണ്ട് ആണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്, മാറിപ്പോകരുത്. മൂന്നാമത്തെ, ഡിസ്കസ് ദ എയിംസ് ആൻഡ് മെത്തഡോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയറൽ അസസ്മെന്റ് അല്ലെ. കമ്പയർ എനി 2 types എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. കമ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ മാർക്ക് പോകും. ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. Then examine the person, situation, controversy and present an interactionist resolution with illustrative arguments. നമ്മളൊരു ആർഗ്യുമെന്റ് ഇല്യൂസ്ട്രേറ്റ് ചെയ്തിട്ട് അതിനെയാണ് പേഴ്സൺ, സിറ്റുവേഷൻ, കോൺട്രവേഴ്സി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിൻ ചെയ്യേണ്ടത്. കുറച്ചൊരു പണിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഒരു കാര്യം പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ശരിക്കുള്ള നിങ്ങളെ എക്സാം ഈസി ആയിരിക്കും. ഇത് കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എക്സാമിൻ ചെയ്യാനുള്ളതേ ഉള്ളൂ, ഇന്ററാക്ഷനിസ്റ്റ് റെസൊല്യൂഷൻ കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, സെക്ഷൻ ബിയിൽ വരുന്ന സമയത്തോ, ആൻസർ എനി 4 of the following questions in about 250 words each. ഔട്ട്ലൈൻ സ്റ്റാൻഡർഡൈസേഷൻ, നോംസ്, റിലയബിലിറ്റി, വാലിഡിറ്റി ആസ് ക്രൈറ്റീരിയാസ് ഇൻ പേഴ്സണാലിറ്റി മെഷർമെന്റ്. ഇതിലൊക്കെ ബ്ലോക്കും യൂണിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കി പരതേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. കാറ്റഗറീസ് ഓഫ് ട്രേറ്റ്സും ചോദിക്കുന്നുണ്ട് അല്ലെ. അത് സിമ്പിൾ ആയി, കാരണം എല്ലാ ട്രേറ്റിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ പണിയായിരിക്കും, നമ്മൾ ഓർമ്മിച്ച് എഴുതണം. ഇതിപ്പോ നോക്കിയാൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് എന്താന്ന് എഴുതിയാൽ മാത്രം മതി.
ഏഴാമത്തെ ഡിസ്ക്രൈബ് ഐസെങ്സ് ഹെയറാർക്കിക്കൽ ടാക്സോണമി ആൻഡ് സമ്മറൈസ് ദ അറോസൽ തിയറി അണ്ടർലൈങ് മേജർ ഡയമെൻഷൻ. അപ്പോൾ ഐസെങ്കിന്റെ ഹെയറാർക്കിക്കൽ ടാക്സോണമിയും അറോസൽ തിയറിയും ചോദിക്കുന്നുണ്ട്. രണ്ടും ഉണ്ട്. 3 മാർക്കിനായിരിക്കും അത് വരാം. ക്ലാസിഫൈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആൻഡ് സ്റ്റേറ്റ് 2 യൂസസ് ആൻഡ് 2 ലിമിറ്റേഷൻസ്. അപ്പൊ യൂസസും വേണം ലിമിറ്റേഷൻസും വേണം പ്രൊജക്റ്റീവ് ടെക്നിക്കിന്റെ, അല്ലെ? Then explain self-report personality inventories and outline measures to minimize faking. അപ്പൊ ഫേക്കിംഗ് മിനിമൈസ് ചെയ്യാനുള്ള കൺട്രോൾ മെഷേഴ്സ് ഉണ്ടല്ലോ, അതും എഴുതണം. സെൽഫ് റിപ്പോർട്ട് പേഴ്സണാലിറ്റി എന്താന്നുള്ളതും എഴുതണം. അതിന്റെ പെർപ്പസ്, സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി എക്സാമ്പിൾ, മേ ബി ഇങ്ങനെ എക്സാമ്പിൾ നമ്മൾ ശരിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കൂല. അപ്പൊ ഇങ്ങനെ ആയിരിക്കും എഴുതേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാൻ സെക്ഷൻ സി വരുന്ന സമയത്ത് 2 into 3 6 മാർക്സ് ആണ് വരെ, 2 എഴുതണ്ടുള്ളൂ. ഇതിൽ ഒരുപാട് സമയം കൊടുക്കണ്ട. ജസ്റ്റ് ഒരു ഹാഫ് പേജ്, ഒരു പാരഗ്രാഫ്. അധികം ഷോർട്ട് നോട്ടിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൈനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. അത് ആ സമയത്ത് അത്രയും റിലവന്റ് ആയിട്ടുള്ളൊരു ഇൻവെന്ററി എന്നായിരുന്നു, അതുകൊണ്ടാണ് അത് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ മേ ബി ഇത് നിങ്ങൾക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു നമ്മൾക്ക് ഓർമ്മയുള്ള ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉണ്ടല്ലോ, അതും എഴുതി കൊടുത്താലും മതി. ഓക്കെ, കുറേ അധികം ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ലേ ക്ലാസ്സിലൊക്കെ. അപ്പൊ അതൊക്കെ വെച്ച് എങ്ങനെ എഴുതിയാൽ മതി. പിന്നെ നോമോത്തറ്റിക് വേഴ്സസ് ഇഡിയോഗ്രാഫിക് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ അതും ആ പേഴ്സൺ ഇഷ്യൂസ് ഉള്ള ചാപ്റ്ററിലുള്ളതാണ്. എന്താണ് നോമോത്തറ്റിക്, എന്താണ് ഇഡിയോഗ്രാഫിക് എന്ന് എഴുതുമ്പോൾ തന്നെ ഒരു പാരഗ്രാഫ് ആവും. അപ്പൊ അത് വളരെ ചുരുക്കി അതിന്റെ ഡിഫറൻസും കൂടി കാണിച്ച് എഴുതണം. ദെൻ വിക്കാരിയസ് ലേണിംഗ്, അല്ലെ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കോർ ഐഡിയ ആൻഡ് റിലവൻസ് ടു പേഴ്സണാലിറ്റി, റിലവൻസും ആയിട്ട് കൊടുക്കുക. വിക്കാരിയസ് ലേണിംഗ് ഒബ്സർവേഷൻ ലേണിംഗിൽ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമ്പോഴത്തേക്ക് സമയമാവും. സമയമാവുന്നല്ല, ആ ഒരു കണ്ടന്റ് ആയിക്കോളും. ഇത്രേ വേണ്ടുള്ളൂ. ഇതിൽ സ്റ്റിക്ക് ചെയ്യരുത്. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും ആദ്യം സെക്ഷൻ എ തന്നെ എഴുതുക, എന്നിട്ട് ബി, എന്നിട്ട് സി എന്നുള്ള രീതിയിൽ തന്നെ പോവാം. അപ്പൊ ടൈം മാനേജ്മെന്റും വളരെ എഫക്റ്റീവ് ആയിട്ട് ടൈം നോക്കിയിട്ട് കറക്റ്റ് ടൈം അലൊക്കേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 2 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്ത് വരാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്യുക. ഈ ഡോക്യുമെന്റ് ഒന്നുകൂടി ഗോ ത്രൂ ചെയ്യുക. ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.